ഹലോ ഗെയ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ റോട്ടിലൊരു പ്രാവിന്റെ കുട്ടി വീണെടുക്കുന്നതാണ് കണ്ടത്. ഞാൻ എന്തായാലും അതിനെ വേഗം പോയി എടുത്തിട്ട് അത് കൂട്ടിൽ നിന്ന് താഴെ വീണതാണ്. പാറാൻ കഴിയാണ്ട് കിടക്കായിരുന്നു. പൂച്ചനാശാമാരെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ അവന്റെ കഥ കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ പൂച്ചനാശാമാരെ കണ്ണിൽ പെടുന്നതിന് മുന്നേ തന്നെ ഞാൻ അവനെ പോയി എടുത്തിട്ട് അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ. പരിക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടോ. അതൊന്നും ഇല്ലാന്ന് കണ്ടപ്പോൾ ഞാൻ എന്നാ കുറച്ച് വെള്ളം കൊടുക്കാൻ എന്തെങ്കിലും വെള്ളം കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടോ. അങ്ങനെ അവന് വെള്ളമൊക്കെ ഞാൻ കുറച്ച് നന്നായിട്ട് കുടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അവന് വെള്ളമൊക്കെ അത്യാവശ്യം കുടിച്ചിട്ടുണ്ട്. ചൂട് ടൈം ആയതുകൊണ്ട് വെള്ളത്തിനൊക്കെ നല്ല ദാഹം ഉണ്ടാവും. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ അവനൊരു ടേബിളിന്റെ മുകളിൽ ഞാൻ കൊണ്ടുപോയി വെച്ചു. ടേബിളിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. ഞാനൊന്ന് അങ്ങോട്ട് തിരിഞ്ഞ പാടന്നെ അവൻ അത് എന്ത് ചെയ്തു, അവൻ പാറിപ്പോയി. അവൻ പാറുന്നതിന്റെ വീഡിയോ എനിക്കിതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല കേട്ടാ. എന്തായാലും പാറുന്നതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എങ്കിലും അതിന്റെ രക്ഷപ്പെട്ടു എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ തിരിഞ്ഞു പോയിട്ടാ. തിരിഞ്ഞു നടന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, പിന്നെ വേറൊരു അതിഥി എന്റെ കണ്ണുപെടലുണ്ടായി. അങ്ങനെ ഞാൻ ആ അതിഥീനെ എടുത്ത് അതിനെ സേഫാക്കുക എന്ന് കരുതി. അതും പൂച്ചയുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ അവന്റെയും കഥ കഴിഞ്ഞിട്ടുണ്ടാവും. ആ പൂച്ചയുടെ കണ്ണിൽ പെടുന്നതിന് മുന്നേ ഞാൻ അവനെടുത്ത് അവനെ സേഫാക്കുക എന്ന് കരുതി അവന്റെ കൂട് തെരഞ്ഞു നടന്നിട്ടോ. അവനും പരിക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി. പരിക്കുകളും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും അവന് പാറാറായിട്ടില്ല, ചെറിയ കുട്ടിയായതുകൊണ്ട്. അങ്ങനെ ഞാൻ അവനെ എടുത്ത് സേഫാക്കുക എന്ന് കരുതി അവന്റെ കൂടൊക്കെ തെരഞ്ഞ് കണ്ടുപിടിച്ച് അവന്റെ കൂട്ടിൽ കൊണ്ടുപോയി വെക്കാൻ പോയിട്ടാ. അങ്ങനെ ഞാൻ അവന്റെ കൂട്ടിൽ അവനെ സേഫാക്കി എന്നല്ല, അവർ രണ്ടുപേരെയും ഞാൻ രക്ഷപ്പെടുത്തി എന്നുള്ള ആ ഒരു സന്തോഷത്തില് ഞാൻ തിരിഞ്ഞു നടന്നു കേട്ടോ. അപ്പൊ നമ്മളെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.